ഗുരുശരണം. അപ്പോൾ ഇന്ന് കോട്ടയത്തേക്കുള്ള യാത്രയിലാണ്. ഈശ്വരീയം യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ വ്യാഴാഴ്ച ശ്രീമാൻ വിദ്യാധരനിലൂടെ ഊരകത്തമ്മ തിരുവടി തന്നത്, വെള്ളിയാഴ്ച കൊടുങ്ങല്ലൂരമ്മ ഭക്തയ്ക്ക് കുടിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ഇത് വ്യാഴാഴ്ച ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ അവിടെ പുറത്ത് കണ്ട വിദ്യാധരൻ എന്ന് പറഞ്ഞ ലോട്ടറി വിൽക്കുന്ന ചേട്ടൻ്റെ അടുത്തുനിന്ന് ഞാനും രാജേഷും കൂടി ചേർന്ന് ടിക്കറ്റ് എടുത്തു. അത് 2000 രൂപ ഇത് അടിച്ചു. ഒരു രാശിയുള്ള ചേട്ടനാണത്. പിന്നെ ആ ടിക്കറ്റ് പോക്കറ്റിൽ വെച്ചത് കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ ഒരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവർക്ക് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തന വിരസത കാണിക്കുന്നില്ല. പക്ഷെ അതിലെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങാലക്കടയിലുള്ളൊരു ടീച്ചർ അറിയിച്ചു കാര്യം, ഊരകം ക്ഷേത്രത്തിൽ ഞങ്ങൾ കിഴക്ക് വശത്ത് കൂടിയാണ് കയറിയത്. പടിഞ്ഞാറോട്ടാണ് നട. ആദ്യമായിട്ടാണ് ആ ക്ഷേത്രത്തിൽ പോണത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. അതുപോലെ കൊടുങ്ങല്ലൂരും ഭരണി നടക്കുമ്പോഴോ മറ്റോ ഊരകത്തമ്മയുടെ പ്രസൻസ് ഉണ്ടാകും എന്ന് പറയും. എന്തും ആകട്ടെ, ഞങ്ങൾക്ക് ആ ഒരു അനുഭവം ദൃഷ്ടാന്തം കിട്ടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഊരകത്ത് കിഴക്കേ നടയിൽ തൊഴുതിറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ചേട്ടനെ കാണുകയും ആ ചേട്ടൻ്റെ അടുത്ത് ലോട്ടറി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പരിചയപ്പെട്ട് ലോട്ടറി വാങ്ങിക്കുകയും, കൊടുങ്ങല്ലൂർ ചെന്നപ്പോഴത്തേക്കും കൃത്യമായിട്ടൊരു വ്യക്തി, ഞാൻ വേറൊരാളെ സങ്കല്പ പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്ക് തലേ കൈവച്ച് സങ്കല്പ പ്രാർത്ഥന ചെയ്യുമ്പോൾ വേറൊരു വ്യക്തി പുറകെ നിന്നിട്ട് വേറൊരു സ്ത്രീ ശബ്ദത്തിൽ 20 രൂപ ചികിത്സയുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അപ്പം തന്നെ ഞാൻ നിർത്തി തിരിഞ്ഞു നോക്കി. എന്തോ ഒരു വ്യത്യസ്തത തോന്നി. അപ്പോൾ ഇത് പോക്കറ്റിൽ 2000 രൂപയുടെ ടിക്കറ്റാണ്, നിങ്ങൾ മാറി എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത് ഞാൻ ഇവിടുത്തെ കോമരമാണ് എന്ന് പറയുന്നത്. എന്തോ ആകട്ടെ, അവരും ഭർത്താവും ഉണ്ടായിരുന്നു. സന്തോഷം, നമ്മളെ കൊണ്ട് പുണ്യപ്രവർത്തികൾ ഇങ്ങനെ ചെയ്യിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചാനലിൽ തന്നെ ഗായത്രി സുനിൽ വ്ളോഗ്സ് എന്തായിരുന്നു, പക്ഷെ അതിൽ ഒരു ഇത് വന്നിട്ട് ഇത് ഈശ്വരീയം എന്നുള്ള പേര് മാറ്റാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു, സജസ്റ്റ് ചെയ്യായിരുന്നു. അത് ഞങ്ങൾ തത്വമസി ഗ്രൂപ്പിലെ അഡ്മിൻ കൂട്ടായ്മ തീരുമാനിച്ച് മാറ്റിയ ഒരു പേരാണ്. കാര്യം നമ്മളെല്ലാവരും ഈശ്വരനെ തേടി നടക്കുക. സാധാരണ ഒരു പാട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നടന്നു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, പണ്ടത്തെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈശ്വരനെ തേടി നമ്മൾ നടക്കുകയാണ്. പക്ഷേ ഈശ്വരൻ നമ്മുടെ തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് മായ കാട്ടി നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾക്ക് കിട്ടുന്ന, നമ്മളിലൂടെ സംവദിക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ശ്വാസവും, ഓരോ കുളിർ കാറ്റും, ഓരോ ശബ്ദവും, ഓരോ കിളിക്കൊഞ്ചലും, ഓരോ നാദവും ഈശ്വരീയമായ സന്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമാകും, ആസ്വാദ്യകരമാകും, ആയുഷ്കരമാകും, ആരോഗ്യകരമാകും. അത് എല്ലാവർക്കും സാധിക്കട്ടെ, എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ ഈശ്വരീയം യൂട്യൂബ് ചാനലിലൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. മഹാഗുരു ശരണം. ഗോഡ് ഈസ് ഗ്രേറ്റ്.